നമസ്കാരം. നാടിൻ്റെ നാവുന്നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആർ തുളസി. നമ്മൾ പ്രധാനമായി കൊടുക്കുന്ന ഒന്ന് രണ്ട് വാർത്തകളാണ്. അതിലൊന്ന് നമ്മുടെ ഈ ഭിന്നശേഷി കുട്ടികളുണ്ട്. ഒരു സ്വാഭാവികമായിട്ട് എന്തായാലും ഈ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് അവരെ തിരിച്ചറിയുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് സംഘടനകൾ ഉണ്ടാകുകയും അവരുടെ കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ശാസ്ത്രീയമായ ഇടപെടൽ നടത്തുകയും അവരെ സമൂഹത്തിലേക്ക് നമ്മളോടൊപ്പം തന്നെ കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത്തരം ഒരു വിവിധ സംഘടനകളുണ്ട്. അതിൽ പതക്ക് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്. അതിൻ്റെ സംസ്ഥാന പരിപാടിയായിരുന്നു കൊല്ലത്ത് നടന്നത്. അതിനെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. ഒപ്പം നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുണ്ട് നമ്മുടെ പഞ്ചായത്തുകളിൽ. പക്ഷേ സത്യത്തിൽ അവരൊരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരുടെ ജോലിക്കനുസരിച്ച് നമ്മുടെ പ്രദേശത്തെ പഞ്ചായത്തുകളിൽ മാലിന്യം മാറുന്നില്ല. മാത്രമല്ല അവർക്ക് പോലും നടപടിയെടുക്കാൻ കഴിയുന്നില്ല. അവർ നടപടി ശുപാർശ ചെയ്യുമ്പോൾ അവരുടെ മുകളിലിരിക്കുന്ന രാഷ്ട്രീയക്കാർ അത് മുഴുവൻ അട്ടിമറിക്കുകയും വീണ്ടും നമ്മുടെ തെരുവുകളും നമ്മളെ ഇത്തിരി കാടും കൂടി കിടക്കുന്ന സ്ഥലങ്ങളെല്ലാം മാലിന്യം കൊണ്ട് നിറയുകയാണ്. നമ്മുടെ സാമൂഹ്യ ബോധമില്ലായ്മയാണ് അത് പ്രധാനപ്പെട്ട സാധനം. എങ്കിലും അവരുടെയും സമ്മേളനം സംസ്ഥാന സമ്മേളനമാണ്. ഈ രണ്ട് സമ്മേളനങ്ങളും മറ്റ് ചില വാർത്തകളും വെച്ച് നാട്ടുവട്ടം വാർത്തകളിലേക്ക് പോകാം. ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് MS ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളുടെ ആരോഗ്യ ശുചിത്വ മേഖലയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവനം അനിവാര്യമാണെന്നും മാലിന്യ സംസ്കരണം കൂടുതൽ കാര്യക്ഷമമായി പഞ്ചായത്ത് തലത്തിൽ ഏകോപിപ്പിച്ച് നടക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്നും സമ്മേളനം പറഞ്ഞു. ശുചീകരണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക, പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, എൻഫോഴ്സ്മെൻറ്റ് പരിശോധനകൾ ശക്തിപ്പെടുത്തുക, പ്ലാസ്റ്റിക് സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിയമങ്ങൾ പാലിക്കുന്നതിനെക്കുറിച്ചും ഹരിതകർമ്മസേനാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനെക്കുറിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ സേവന വേതന തൊഴിൽപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർക്കാർ തലത്തിൽ ആവശ്യമായ ഇടപെടൽ നടത്തുക തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനത്തിൽ വിശദമായി ചർച്ച ചെയ്തു. സെക്രട്ടറി പ്രിയ, ട്രഷറർ ജിഷ, ഉണ്ണികൃഷ്ണൻ, സുജിലാൽ, ഡിജിൽ, ചിത്ര, സുനിൽ, ഷമീർ, അഭിലാഷ്, സൂര്യ, വിദ്യ, ബഷീർ, മനോജ് എന്നിവർ സംസാരിച്ചു. ആ ജോലി നമ്മുടെ ഒരു സേവന കാലഘട്ടത്തിലേക്ക് നമ്മുടെ പ്രായപരിധി വരെ പോകാൻ കഴിയുന്നില്ല എങ്കിൽ എന്തൊരാശങ്കയാണ്. ഇപ്പോൾ 40 വയസ്സ് കഴിയുന്ന ആളുകൾ നാളെ പബ്ലിക് സർവീസ് കമ്മീഷനിൽ ഒരു ടെസ്റ്റ് എഴുതാൻ പോലും അവസരം കിട്ടാത്തവരായി, അല്ലെങ്കിൽ ഇനിയൊരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വിളിക്കുമ്പോൾ അവസരം കിട്ടാത്തവരായി മാറിയാൽ അങ്ങനെയുള്ള ആളുകളെ എത്രത്തോളം നമുക്ക് ഈ തൊഴിൽ നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയുമെന്നുള്ള ഒരു പരിശ്രമമാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അല്ലേ അമ്മയ്ക്ക് ആ പരിശ്രമത്തിലാണ് നിങ്ങളെല്ലാവരും, നിങ്ങളുടെ പ്രതിനിധികൾ കോഴിക്കോട് വന്നപ്പോൾ ഞാനൊരു INTUC പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് എന്ന് പറയുന്നത് തൊഴിൽ സ്ഥിരത ഉണ്ടാവണമെന്നാണ്. ആണോ അല്ലയോ? അപ്പോൾ തൊഴിൽ സ്ഥിരത ഉണ്ടാവണമെന്ന് പറയുന്ന ഒരു കാര്യത്തിനകത്ത് എൻ്റെ സഹായം എന്ത് കിട്ടുമോ അത് പൂർണ്ണ മനസ്സോടുകൂടി ചെയ്യാൻ സമ്മതിച്ചുകൊണ്ടാണ്, അതിനുവേണ്ടി പരിശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മളെല്ലാവരും ഒന്നിച്ചു കൂടിയത്. അമ്മേ, ഇതെങ്ങനെയുണ്ട്? നന്നായിരിക്കുന്നു. എന്റെ മരുമോൾക്കിത് നന്നായി ചേരും. ഇത് അമ്മയ്ക്കുള്ളതാ. അമ്മയുടെ കൈകൾക്ക് എന്ത് ഭംഗിയാ. ഇത് വേണം. അമ്മയ്ക്കെപ്പോഴും ഞങ്ങളുടെ സന്തോഷാ വലുത്. പൊന്നു പോലെയുള്ള ഈ അമ്മയുടെ സന്തോഷം ഞങ്ങളും കാണട്ടെ. Express your love with golden moments. ചിന്നൂസ് ഫാഷൻ ജുവലേഴ്സ്, കുണ്ടറ. വിളംബരത്തിന്റെ നാട്ടിൽ വിശ്വസ്തയുടെ നാമം. 100% BIS 916 ഹോൾമാർക്ക് ഗോൾഡ്. ഏതൊരമ്മയ്ക്കും അഭിമാനിക്കാനായി ചില നിമിഷങ്ങളുണ്ട്. എന്റെ മരുമകളുടെ സ്നേഹമാണ് എന്റെ അഭിമാനം. ഈ അമ്മ എന്റെ ഭാഗ്യല്ലേ. കുണ്ടറ പോസ്റ്റ് ഓഫീസിൽ മോഷണശ്രമം. കുണ്ടറ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ മോഷണശ്രമം. നാട്ടുകാർ കണ്ടതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. ശനിയാഴ്ച രാത്രി 30-നായിരുന്നു സംഭവം. 4-അംഗ സംഘമാണ് മോഷണ സംഘത്തിലുണ്ടായിരുന്നത്. ശക്തമായ മഴ മറയാക്കിയെത്തിയ മോഷ്ടാക്കൾ 3 പേർ ജനലിൻ്റെ കമ്പി അറുത്ത് മാറ്റിയാണ് അകത്ത് കടന്നത്. എന്നാൽ ശബ്ദം കേട്ട് നാട്ടുകാർ വരുന്നത് കണ്ട് അപായ സൂചന നൽകി പുറത്തുനിന്നിരുന്ന മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. പോലീസ് ജീവനക്കാരെ വരുത്തി ഓഫീസ് തുറന്ന് പരിശോധിച്ചെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. മോഷ്ടാക്കളുടെ ഇരുമ്പ് കട്ടർ ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ അടങ്ങിയ ബാഗ് പോസ്റ്റ് ഓഫീസിനുള്ളിൽ നിന്ന് ലഭിച്ചു. കുണ്ട്ര പോലീസ് അന്വേഷണം ആരംഭിച്ചു.
This year, once again, Venus College has created history. We are proud to announce an extraordinary achievement. 344 students scored full A+ across Kerala. Out of them, 267 are from class 10 and 77 are from plus 2. Venus continues to hold the title of Kerala's #1 result-producing tuition center. We offer focused career guidance sessions that shape aspirations into clear goals. For science aspirants, we provide expert entrance coaching, and for commerce and humanities students, we provide civil service coaching that builds a strong foundation for the future. Our specially designed 100+ A+ coaching programs and the signature WinMaths coaching programs ensure every student not only learns but thrives. Want to speak with confidence? Enroll in our special spoken English classes. New batch starting June 16th. Here's what makes us exceptional. We also nurture creativity, curiosity, and character through arts festival, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elamballur, Kudimuthikadu, and Chuvallur, Venus is more than just an institution. It is a growing network of excellence accessible to every aspiring students. Admissions are open now. Seats are limited and filling fast. Enroll today and be the part of the legacy of excellence. ഭിന്നശേഷി വിഭാഗത്തിൻ്റെ രക്ഷിതാക്കൾക്കും പുതിയ തൊഴിലിടങ്ങൾ യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്കും അവരുടെ രക്ഷിതാക്കൾക്കും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ പുതിയ തൊഴിലിടങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. സാങ്കേതിക തടസ്സം കാരണം ബയോമെട്രിക് എടുക്കാൻ കഴിയാതെ ആധാർ ലഭിക്കാത്തതാണ് കാരണം. ഭിന്നശേഷിക്കാർക്ക് സർക്കാർ സേവനങ്ങൾ അന്യമാകുന്നത് ശ്രദ്ധയിലുണ്ട്. പരിഹാരത്തിനായി ശ്രമിക്കും. UDF സർക്കാർ എന്നും ഭിന്നശേഷി വിഭാഗത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാരൻസ് അസോസിയേഷൻ ഓഫ് ഡിഫറൻ്റ്ലി ഏബിൾഡ് ഗ്രൂപ്പ് കേരള പതാക SSLC +2 വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച ആദരവ് 2026 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പതാക കേരള സംസ്ഥാന പ്രസിഡന്റ് വരവിള നവാസ് അധ്യക്ഷത വഹിച്ചു. വിഷ്ണു മോഹൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. മേയർ AK ഹാഫീസ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ R ലതാദേവി, ഗാന്ധി ഭവൻ ചെയർമാൻ പുല്ലൂർ സോമരാജൻ, ട്രാവൻകൂർ മെഡിസിറ്റി മെഡിക്കൽ കോളേജ് ചെയർമാൻ അബ്ദുൽ സലാം വെഞ്ഞാറമ്മൂട്, ജമാലിയ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് വിഷ്ണു സുനിൽ പന്തളം, ഗാന്ധിയൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, ചുന്നൂസ് ഫാഷൻ ജുവലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ O അബ്ദുൽ മുത്തലിഫ്, തണൽ ജില്ലാ പ്രസിഡന്റ് മണക്കാട് നജുദ്ദീൻ, തണൽ ജില്ലാ സെക്രട്ടറി സിയാദ് ഏഴംകുളം എന്നിവർ വിദ്യാർത്ഥികളെ ആദരിച്ചു. പതാക ആക്ടിംഗ് സെക്രട്ടറി ബുഷ്ര ബീഗം, ട്രഷറർ അനീഷ് പത്തടി, വൈസ് പ്രസിഡന്റ് ആശ അജികുമാർ, സെക്രട്ടറിമാരായ അനുപമ തുമ്പോട്, സുബിന സമദ് എന്നിവർ സംസാരിച്ചു. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ദൃഢതയ്ക്ക് കളരിപ്പയറ്റ് അഭ്യസിക്കും. ആത്മവിശ്വാസവും ശാരീരിക ആനന്ദവും സ്വന്തമാക്കാൻ യോഗ പരിശീലിക്കും. ശരീരവും മനസ്സും ചെറുപ്പമായി സൂക്ഷിക്കാൻ ശാരീരിക വ്യായാമങ്ങൾ സ്വന്തമാക്കും. കളരിയും യോഗയും വ്യായാമങ്ങളും അഭ്യസിക്കാൻ MVG CVN കളരി കുണ്ടറ. 7 വയസ്സ് മുതൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആർക്കും അഭ്യസിക്കാം. മുതിർന്നവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കും പ്രത്യേക പരിശീലനം നൽകുന്നു. MVG CVN കളരി കുണ്ടറ. ഫോൺ 94 47 11 99 80. നാളെ തന്നെ പരിശീലനം ആരംഭിക്കും. ആരോഗ്യത്തോടെ ആനന്ദത്തോടെ ജീവിക്കും. NSS യൂണിറ്റ് ഉദ്ഘാടനം ചെയ്തു. എഴുകോൺ GVHSS ആൻഡ് THSS സ്കൂളിൽ
VHSC വിഭാഗത്തിൽ പുതുതായി അനുവദിച്ച NSS യൂണിറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സണ്ണി ഉദ്ഘാടനം ചെയ്തു. S. സുമ, പ്രസന്ന, SB ബിജു, PA സജിമോൻ, ബിനു ജോൺ, B. ഭാഗ്യലാൽ, ശാന്തിനി, രജുലാൽ, രാഹുൽ രാജ് എന്നിവർ സംസാരിച്ചു. മഴ കനത്തു. മഴ കനത്തോടെ മഴക്കെടുതികളും വർദ്ധിച്ചു. വിവിധ ഇടങ്ങളിൽ വീടുകൾക്ക് മുകളിൽ മരം വീണ് നാശനഷ്ടങ്ങൾ ഉണ്ടായി. മൺട്രോത്തുരുത്ത് പെരിങ്ങാലം ഡാനി ഏണസ്റ്റിൻ്റെ ഉരുളുപുറത്ത് വീടിൻ്റെ മുകളിലാണ് ശനിയാഴ്ച പുലർച്ചെ മരം വീണത്. ഓടുമേഞ്ഞിരുന്ന മേൽക്കൂര പൂർണ്ണമായും തകർന്നു. ശനിയാഴ്ച പുലർച്ചെ 2:30 മണിക്ക് പെയ്ത കാറ്റിലും മഴയിലും മുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന കാറിൻ്റെ മുകളിലേക്ക് മരം വീണു. ഇടവട്ടം പാറപ്പുറം ഉദയഭവനിൽ ഉദയകുമാറിൻ്റെ കാർ ആണ് തകർന്നത്. 30 അടിയോളം പൊക്കമുള്ള ഈട്ടി മരമാണ് പിഴുതു വീണത്. തൊട്ടടുത്ത് വീട് ആയിരുന്നെങ്കിലും വീടിന് മുകളിലേക്ക് മരം വീഴാതിരുന്നത് ആശ്വാസമായി. കുണ്ട്രയിൽ നിന്ന് ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. ഇളമ്പള്ളൂർ കോവൽമുക്ക് ജംഗ്ഷനിൽ ഓട്ടോ സ്റ്റാൻഡിന് സമീപം പതിറ്റാണ്ടുകളായി നിന്നിരുന്ന കൂറ്റൻ ആൽമരം ശക്തമായ കാറ്റിൽ വേരോടെ പിഴുതു. ഇന്നലെ രാത്രിയുണ്ടായ അതിശക്തമായ മഴയിലും കാറ്റിലുമാണ് അപകടം സംഭവിച്ചത്. രാത്രി സമയമായതിനാൽ വൻ ദുരന്തവും ആളപായവുമാണ് ഒഴിവായത്. പകൽ സമയങ്ങളിൽ തിരക്കേറിയ ഓട്ടോ സ്റ്റാൻഡും സമീപത്തെ കടകമ്പോളങ്ങളും സജീവമായിരിക്കുന്ന സ്ഥലമാണിത്. മരം കടകുഴി വീണതിനെ തുടർന്ന് സമീപത്തൂടെ കടന്നു പോകുന്ന KSEBയുടെ പ്രധാന വൈദ്യുതി പോസ്റ്റുകളും പൂർണ്ണമായി തകർന്നു. പ്രദേശത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് അഗ്നിരക്ഷാസേനയും പോലീസും നാട്ടുകാരും ചേർന്ന് പുലർച്ചെ മുതൽ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. വൈദ്യുതി ജീവനക്കാർ സ്ഥലത്തെത്തി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാനുള്ള അടിയന്തര നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജീവനം ക്യാമ്പയിൻ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും ആഭിമുഖ്യത്തിൽ ജീവനം ക്യാമ്പയിൻ നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ഗോപൻ ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ദീപ അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീയിൽ ഉൾപ്പെട്ട 150 ക്ഷീരകർഷകർക്ക് കാൽഷ്യം പൊടി വിതരണം ചെയ്തു. വെറ്റിനറി ഡോക്ടർ അനീസ് ബഷീർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ മേരിക്കുട്ടി, സുജാത മോഹൻ, AS സവാദ്, പഞ്ചായത്ത് അംഗങ്ങളായ സുജിത ഷാജി, ഗിരീഷ് കുമാർ, ലളിതാംബിക, സാജു വർഗീസ്, അജി അലക്സ്, ജഗദീശൻ, ജിജ ബാബു, ശരത് ചന്ദ്രൻ, അനിൽകുമാർ, മഞ്ജു സുരേഷ്, മുഹമ്മദ് ഷാൻ, മനോജ്, രാജി, ശ്രീജ, സീതാലക്ഷ്മി, സുനി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സിനി എന്നിവർ സംസാരിച്ചു. സിയാദിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണം. RSP. കുണ്ടറ പോലീസിൻ്റെ മർദ്ദനത്താൽ കൊല്ലപ്പെട്ട സിയാദിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ സർക്കാർ തയ്യാറാകണമെന്ന് RSP കുണ്ടറ മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത ആഭ്യന്തര വകുപ്പ് നടപടിയെ RSP മണ്ഡലം കമ്മിറ്റി സ്വാഗതം ചെയ്തു. സസ്പെൻഷൻ ഒരു ശിക്ഷയല്ലെന്നിരിക്കെ സമഗ്ര അന്വേഷണം നടത്തി പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറാകണം. നിർധനരായ രക്ഷകർത്താക്കളാണ് സിയാദിൻ്റേത്. കുടുംബം താമസിക്കുന്ന 3 സെൻറ്റ് സ്ഥലവും വീടും സഹകരണ ബാങ്കിൽ പണയത്തിലാണ്. കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം സിയാദ് ആയിരുന്നു. ആയതിനാൽ 10 ലക്ഷം രൂപ സിയാദിൻ്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ഇപ്പോൾ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം ത്വരിതപ്പെടുത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നടപടി സ്വീകരിക്കണമെന്നും RSP മണ്ഡലം സെക്രട്ടറി ഫിറോസ് ഷാ സമദ് ആവശ്യപ്പെട്ടു. കുണ്ടറ ഫാസിൻ്റെ 28ാമത് വാർഷികവും പൊതുയോഗവും ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ഇളമ്പള്ളൂരിലുള്ള ഫാസ് ഹാളിൽ നടക്കും. നാട്ടുവട്ടം വാർത്തകൾ പൂർണ്ണമാകുമ്പോൾ ലൈല ക്രിയേഷൻസ് പുറത്തിറക്കിയ 32ാമത്തെ ഹ്രസ്വചിത്രം ചത്തതല്ല കൊന്നതാ മെനഞ്ഞാന്ന് ഇന്നലെ നമ്മൾ രാവിലെ റിലീസ് ചെയ്തു. ഇതിനകം തന്നെ കുറച്ചധികം സുഹൃത്തുക്കൾ കണ്ടിട്ടുണ്ട്. കാണാത്ത എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ലൈല എവർ ലവ് എന്ന യൂട്യൂബ് ചാനലിൽ നിങ്ങൾ കയറി ആ സിനിമ കാണുകയും നിങ്ങൾ ആദ്യമായിട്ടാണ് ആ ചാനലിൽ കയറുന്നതെങ്കിൽ ആ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ബെൽ ബട്ടൺ അമർത്തുകയും നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സിനിമ കാണും എന്ന പ്രതീക്ഷയോടെ നാളെ രാത്രി വീണ്ടും പരസ്പരം നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം. അതുവരെ നാട്ടുവട്ടം ടീമിൻ്റെ സ്നേഹം, ആദരം.